എന്ന് വെച്ചാൽ അന്ന് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഗെയിമായിട്ട് തന്നെയാണ് നമ്മളത് കണക്കാക്കിയിരുന്നത്. കാരണം ഇത് ഏത് രീതിയിലായിരിക്കും നമ്മൾക്ക് ഇതിൽ നിന്നുള്ള റിസൾട്ട് വരുന്നതെന്നുള്ളത് ഒരിക്കലും നമ്മളത് പ്രതീക്ഷിച്ചിട്ടല്ല അന്ന് ചെയ്തത്. എന്നാലും എപ്പോഴും നമ്മളൊരു റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിലോ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിയത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് അതായത് ഇനിയിപ്പോ ഈ വർഷം നമ്മള് നമ്മുടെ കോട്ടേജ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്കൊരു വലിയ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സുഖമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും എന്നുള്ളതാണ്. അതായത് റിസ്ക് അപ്പൊ ഇന്നലെ എടുത്തതിന്റെ ഗുണം കൂടിയാണ് ഷാഫി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അല്ലെ? അടുത്ത വർഷം എന്ന് മുതൽ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങും അല്ല? അത് അത് മാത്രമല്ല പിന്നെ വേറൊരു ലക്കി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ കോട്ടേജിന്റെ തൊട്ടടുത്ത് കൂടിയാണ് ഹൈവേ പോകുന്നതെന്ന് പറയുമ്പോ വീണ്ടും നമ്മൾക്ക് അതിന്റെ വാല്യൂ കൂടുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇനിയിപ്പോ അതിന്റെ വാല്യൂ കൂടാൻ പോകുന്നത്. അതും കൂടെ നമ്മൾ അതിൽ കണക്കാക്കണം. അതെ അതെ. ഷാഫി, മറ്റൊരു അത്ഭുതം കൂടെ സംഭവിച്ചു. ഒരു എംപ്ലോയി ആയിട്ടുള്ള ഷാഫിക്ക് ആദ്യമായിട്ട് സ്വന്തം ഭാര്യ ഒരു ഐഫോൺ എൻഫീൽഡ് ബർത്ത്ഡേക്ക് ഒരു ബുള്ളറ്റ് മേടിച്ചു അല്ലെ? അതിൽ ഏറ്റവും വലിയ അത്ഭുതം യാസീർ പറയുന്നത് കേട്ടു. ജസ്പീഡിൽ നിന്ന് കിട്ടിയ പൈസ മാറ്റി വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ അതെ അതെ. ബർത്ത്ഡേക്ക് ഒരു ഐഫോണും ഒരു എൻഫീൽഡ് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു തന്നു അല്ലെ? അങ്ങനല്ലേ? ബർത്ത്ഡേ അല്ലേ സാറേ? വെഡിങ് വെഡിങ് ആനിവേഴ്സറി. ആനിവേഴ്സറി. സോറി, വെഡിങ് ആനിവേഴ്സറി. പക്ഷെ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 2 സർപ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ഞാൻ ചോദിച്ചത് എങ്ങനെയാന്ന് പറഞ്ഞപ്പോ അതൊന്നും അറിയണ്ട. ജസ്റ്റ് പെയ്ഡിന്റെ പൈസ കറക്റ്റ് ആയിട്ട് ആ മാസം കിട്ടുന്നുണ്ട്. പിന്നീടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനുവരിയിൽ നമ്മളുടെ കൂടെ എന്ത് നോക്കാനാണ്? അതാണ് പറഞ്ഞത് എന്നോട്. അതെ. അപ്പൊ കാരണം അത് ജീവിതത്തിൽ കിട്ടുന്നത് അറിയുന്നത് വരെ, അതായത് ഈ താക്കോൽ എന്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ ഈ വണ്ടിയുടെ കാര്യം വരെ അറിയുന്നത്. അത്രയ്ക്ക് സർപ്രൈസ് ആയിരുന്നു സംഭവം. അതെ അതെ. ഭാര്യ എന്ത് ചെയ്തു? അറിയാതെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, ഷോറൂമിൽ കൊണ്ടുപോകുന്നു. അവിടെ വണ്ടി ഡെലിവറി എടുക്കുമ്പോഴാണ് ഹസ്ബൻഡ് അറിയണത് ഇത് എനിക്കുള്ളതായിരുന്നു അല്ലെ? അപ്പോ വൈഫ് എന്റെ തലേദിവസം വിളിച്ചു പറഞ്ഞു, ദേ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണ്ട്, സാറ് പറയരുത് കേട്ടോ. ഇനി പറയാണ്ടൊരു സ്വസ്ഥത ഇല്ല അല്ല. എന്നെ വിളിച്ച് പറയാണ്, ഇത് എന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ, ഇത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ എങ്കിലും ഞാൻ ഇപ്പൊ പറഞ്ഞു എല്ലാവരുടെ അടുത്തും നമ്മുടെ ഷാഫിയുടെ. സാറിനെ വിളിക്കുകയും കൂടെ ചെയ്തതാണ്. അപ്പോഴും സാറ് അതിനെ പറ്റിയ മിണ്ടിയിട്ടേ ഇല്ല. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും അല്ലെ, ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വലിയൊരു വെളിച്ചം അല്ലെ? ഇന്നലെ ഷാഫിയുടെ വൈഫിന്റെ മുഖത്ത് കണ്ട സന്തോഷമൊക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ വിജയിച്ചു സാർ. ഒന്നുമല്ലാതെ എവിടെ